ഇവര് വെടിവെക്കാൻ പോകും. തറക്കാട്ട ഒത്തീർപ്പായി കൊടുക്കട്ടെ. പുഴു ഇതാണ് നമ്മള് കഴിക്കാൻ പോകുന്ന സാധനം കേട്ടോ. ഈ ഒരു മീറ്റും ഇവിടെ പേരില്ല. ഞാൻ പേര് കാണിക്കുമ്പോ നിങ്ങൾ ഞെട്ടരുത്. ഹലോ, ഹായ്, ഞാൻ ഷമീം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം മണി മുഴങ്ങിയിട്ടാണ്. അത് നമ്മളുടെ പിന്നെ കന്യാക്ക് എന്ന് പറഞ്ഞ ട്രൈബൽസിന്റെ കൂടെയാണ്. അപ്പോ ഇപ്പം തുടങ്ങിയത്. ഇനിയുള്ളത് നമുക്ക് ഓരോ ട്രൈബൽസിന്റെ കൂടെ പോകണം. നമ്മൾ ഇന്നലെ രാത്രി എത്തി ടെന്റ് അടിച്ചു, താമസിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ തന്നെ, ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ടെന്റ് അടിച്ച് താമസിച്ചു. അവിടെ നിന്ന് നേരെ പിന്നെ ഈ ട്രൈബൽസിന്റെ ഏരിയയിലേക്ക് വന്നു. ഇതിങ്ങനെ നടന്നു പോയി. അതിന്റെ ഇടയിൽ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റും ഇവരുടെ പിന്നെ ലഞ്ചും ഒക്കെ കഴിച്ച് നമുക്ക് പിന്നെ കൊഹിമയിലേക്കും കൂടെ കവർ ചെയ്യണം. ആ കംപ്ലീറ്റ് കവറേജ് വരുന്ന സംഭവങ്ങളൊക്കെ കാണണ്ട. ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കുറെ മലയാളീസിനെ കാണാം. ഇതാ ഈ ഭാഗത്തൊക്കെ ഇത് കാസർഗോഡ് നിന്നുള്ള പിള്ളേരുണ്ട്, പയ്യന്നൂരിൽ നിന്നുള്ളതുണ്ട്. പിന്നെ ഇത് 4 കാസർഗോഡ് നിന്നാണ്. ഇവൻ തൃക്കരിപ്പൂരിൽ നിന്നാണ്, ഇവൻ കോഴിക്കോട് നിന്നാണ്. ബാക്കിയെല്ലാം കുറയാനുണ്ട്. എല്ലാത്തിനും നമുക്ക് കാണാം. അപ്പൊ ഷൈമ പിന്നെ അവരെ കൂടെ കൂടി. ഓക്കെ, ബാക്കിയുള്ള പോവാം. കുറെ വിഭാഗങ്ങൾ ആദിവാസികളുണ്ട്. അതില് ഇവിടുത്തെ കൊണിയാക്ക് ട്രൈബ് എന്ന് പറഞ്ഞ ട്രൈബാണ് ഇത് കേട്ടോ. അവരുടെ ടൈപ്പ് ഓഫ് പല ആൾ പല കാറ്റഗറിയിലാണ്. എനിക്കും മധുവിനുള്ള ചായയാണ് കേട്ടോ. ഇത് മുളയിലാണ്. നല്ല ബ്ലാക്ക് ടീ 10 രൂപയേ ഉള്ളൂ. പക്ഷെ നല്ല അടിപൊളി മുള കിട്ടിയില്ലേ കുടിക്കാൻ വേണ്ടിട്ടുള്ള. മധുവിനെ കുടിച്ചോളൂ. ചൂട്. This is a gun border. ഇവിടുത്തെ ആദിവാസികൾ ട്രൈബൽ ഇങ്ങനെ ഫെസ്റ്റിലേക്ക് നടന്നു പോവാ കേട്ടോ. കണ്ടോ ആ പടയൊക്കെ ഉണ്ട്. ഒരു ടീം നടന്നു വരുന്നു. ആ ഗണ്ണ് തോക്കൊക്കെ ഏറ്റാ പോരാ. എല്ലാരും അപ്ലോഡ് ഹായ്. മോർണിംഗ്. നമ്മളും അവരോട് ചാതയിലല്ല കേട്ടാ. നമ്മൾ ഈ ഗ്രൗണ്ടിൽ കൂടിയിട്ടുള്ള കംപ്ലീറ്റ് എല്ലാ ട്രൈബൽസും ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഹട്ട ഇതിന്റെ മുകളിലുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ഓരോ വിഭാഗക്കാർ ഓരോ ഭാഗത്തേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരെ പ്രോഗ്രാംസ് തുടങ്ങാൻ പോവാം. അപ്പോൾ അതിൽ ഓരോരാളുടെ ഓരോ വ്യത്യസ്ത പ്രോഗ്രാമുകൾ വളരെ ഷോർട്ടാക്കിയിട്ട് നമുക്ക് ഇതിലൂടെ ഒന്ന് കാണാം. Ini kasih Safika.
This is the victory dance of the Konyak tribe of Nahu. This dance is accompanied by a song which can be translated as the sun is a descendant of headhunters, born to be a great warrior. A person who hunts a human head is entitled to be decorated with a very unique tattoo that signifies him as a warrior. The women folk would sing and chant as they worked together while making the earthen pots, preparing and pounding the clay for the next group. Once the clay are properly pounded, they will be mixed together, which is seen in the demonstration by the middle group. We see children coming to disturb the women folk who are chased away by the women. When the children try to create mischief, the women folk chase them around with a stick. The significance of this act and game is to call the rain. ഇവരെ കുറെ പ്രോഗ്രാംസ് ഇപ്പൊ കണ്ടില്ലേ? ഇവരിതാ ഇപ്പൊ എല്ലാരും കൂടെ ഈ ട്രൈബൽസ് ഓരോ 16 വിഭാഗമാണല്ലോ. 16 വിഭാഗം ഇതിനുള്ളിലുള്ള മൊത്തത്തിൽ 21 വിഭാഗം ഉണ്ട്. 16 വിഭാഗമാണ് ഇവിടെ പിന്നെ പങ്കെടുത്തത്. അവരെല്ലാം ഇങ്ങനെ കയറി കയറി പോവാണ് കേട്ടോ. ഇത് കാഴ്ച കണ്ടോ? നല്ല രസമുണ്ട് ഈ കാഴ്ച കാണാൻ. അപ്പൊ നമ്മളെ ഏറ്റെടുത്തിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഫുള്ളും ഇതാ തന്തൂരി ചിക്കൻ കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ കുറേ ദിവസം കൂടിയിട്ടില്ല നമ്മൾ തിന്ന. ചെറിയ കോഴിയാണ്, ചെറിയ ഇതാ ലെഗ് കണ്ടില്ല, ചെറിയ കോഴിയാണ്. പക്ഷെ ഒരു തന്തൂരി ചിക്കൻ ഇല്ലേ 800 റുപ്യ കേട്ടാ ഒരു ഫുള്ളിന്. 800 ആയാലും സാരമില്ല. വിഷം അങ്ങെത്തിയാൽ പിന്നെ നമ്മൾ തിന്നലേ നിർത്തിയുള്ളൂ. അല്ല ഷൈമ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. So then you can take it. Your turn. Okay, thank you. അപ്പോൾ നമ്മളെ ടേൺ ആയി. നമുക്ക് പിന്നെ ചോള ഭട്ടൂരി അല്ലേ അത് വാങ്ങിയിട്ട് 3 ആക്കും. അത് കഴിക്കാം. ഇതാ ചോള ഭട്ടൂരി. എങ്ങനെയുണ്ട്? ഓക്കെ, ഇത് നമ്മൾ ബാക്കിയുള്ള ഫുഡ് ടേസ്റ്റ് ചെയ്തില്ല കേട്ടോ. ഇവിടുത്തെ നാഗാലാൻഡ് ഫുഡ് ടേസ്റ്റ് ചെയ്യണം അത്ര. എന്താ പറഞ്ഞാൽ ഒന്ന് വിശപ്പടക്കിയിട്ട്, നല്ല വിശപ്പുണ്ട്, വിശപ്പടക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാം. എല്ലാം തിന്നാൻ കഴിയില്ല എന്നുവെച്ചാൽ നായും പൂച്ചയും അത് ഇതെല്ലാം ഉണ്ടാവും. എന്നാലും നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാവാ. ഇതുണ്ടോ ഇവര് നെയ്തെടുക്കുന്ന കേട്ടോ. ഓരോ കളർ നൂലുകൾ ഇങ്ങനെ മാറി മാറി നെയ്തെടുന്നുണ്ടോ. നേരത്തെ നമ്മൾ ഈ പ്രോഗ്രാം കാണുന്ന സമയത്ത് ഞാൻ കരുതി ഇവരെങ്ങനെ ഈ സംഭവങ്ങളൊക്കെ പുറത്തുനിന്ന് വരുത്തിക്കുന്നതാണോ ഈ ടവൽസൊക്കെ. അപ്പൊ സംഭവം ഇപ്പൊ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നു ഇവരുടെ തന്നെ നെയ്തെടുക്കുന്നയാ. അടിപൊളി. ഇത് മാച്ചാവോ? വേണോ ദേ പറ. ആ ആര് നിന്റേതല്ലേ? നമ്മൾ കൊഹിമയിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ കൊഹിമയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ നിന്ന സ്ഥലം കാണിക്കണ്ടേ? നമ്മുടെ ടെന്റ് അതാണ് നമ്മളെ വലിയൊരു ടെന്റ്. കുറച്ച് മലയാളീസ് തന്നെയാണ് ഈ ഭാഗത്തുള്ളൊക്കെ. പിന്നെ അതാണ് ആ മൂലൊക്കെ ഉണ്ട് ടെന്റ്. അപ്പോൾ മർസൂവിന് ഒരു ടെന്റ് എടുത്ത്, പിന്നെ നമ്മളൊരു ടെന്റ് എടുത്ത്
നല്ല തണുപ്പായിരുന്നു കേട്ടോ ഈ ഒരു ഓപ്പൺ ഏരിയയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഈ ടെന്റിലായിരുന്നു സ്റ്റേ. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ. എന്നിട്ട് നാളെ രാവിലെ ഇടുന്ന പോകുന്നത്. അപ്പോൾ ടെന്റൊക്കെ മടക്കി വെച്ചിട്ട് നമ്മൾ വിടും. ഇനി നമുക്ക് നേരെ കൊഹിമയിലേക്ക് വിടാം അല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ ഇത് ടെന്റിനായാലും കഴിഞ്ഞിട്ട് നമ്മളിവിടെ മ്യൂസിയത്തിൽ കയറി കേട്ടോ. സെക്കൻഡ് വേൾഡ് വാർ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ. സെക്കൻഡ് വേൾഡ് വാറിന് കംപ്ലീറ്റ് മ്യൂസിയമാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് കറങ്ങി. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് ഇന്നിങ്ങനെ പുറത്തിറങ്ങിയ പാട് നമ്മളൊരു ചില്ലി വാങ്ങി. എന്നുവെച്ചാൽ നാഗാലാൻഡിലെ ഏറ്റവും സ്പൈസിയസ്റ്റ്, എന്നുവെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്പൈസിയസ്റ്റ് ചില്ലിയാണ്. പിന്നെ നാഗാമൂറിച്ച് എന്ന് പറയും. ബൂട്ട് ജലോഗ്യ എന്നുള്ള ആ പേരിൽ ഇത് അറിയപ്പെടുന്നത്. കിങ് ഓഫ് സ്പൈസി എന്നാണ് ഇതിന് പൊതുവെ പറയാം. ഇതൊന്ന് ഞാനിപ്പോൾ ഇരുന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. ഷൈമ ഇത് ടേസ്റ്റ് ചെയ്യടാ. ഇതിപ്പോൾ വാങ്ങിയിട്ടുണ്ടേ. ഓ ഇങ്ങനെ മണടിച്ചറി. ഇതിൻ്റെ ഒക്കെ മുളക് പൊടി അവൈലബിൾ ആണ് കേട്ടോ. ഇതാ അച്ചാറ്. ഷൈമ ആ ഓരോ ഓറഞ്ച് ഇങ്ങുവാ. നല്ല എരിവുള്ള സാധനമാണ്. എന്നുവെച്ചാൽ ഇത് വെച്ചിട്ട് എടുത്ത ട്രൈബൽസ് പിന്നെ മത്സരം നടത്തും. ഇതിങ്ങനെ പച്ചക്ക് തിന്നിട്ടുള്ള. അത് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാണാൻ പറ്റുവാണെങ്കിൽ കാണാം. ആ നല്ല സുഖമുണ്ട് കേട്ടോ. സുഖം എന്ന് പറഞ്ഞാൽ ഇപ്പം വരുമായിരുന്നു. നേരത്തെ വിനീഗറിൻ്റെ ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു ഇതായിരുന്നു. പണ്ണാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ എരിവരുന്നുണ്ട്. ട്രൈതോ എരിവരുന്നുണ്ട്. നല്ല എരിവരുന്നുണ്ട്. നല്ല അടിപൊളി. വാ നമുക്ക് പോവാം. അങ്ങനെ പോവാം. കൊഹിമ മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അതിനിടയിൽ ഈ റൈറ്റ് സൈഡിൽ കണ്ട സുമോകൾ കുറേ സുമോ ഇങ്ങനെ നിർത്തിയില്ല. അതൊക്കെ ഈ ഒരു റീജിയനിൽ എന്നുവെച്ചാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ എല്ലാ സ്റ്റേറ്റിലും ട്രാൻസ്പോർട്ടേഷനായിട്ട് ഉപയോഗിക്കുന്ന സുമോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാഗാലാൻഡിൻ്റെ ക്യാപിറ്റലായ കൊഹിമയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നാഗാലാൻഡിൻ്റെ ക്യാപിറ്റൽ കൊഹിമ. ഈ കൊഹിമയിൽ പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഫുഡ് നമ്മൾ അന്വേഷിക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡ് കിട്ടുന്ന പറയുന്നത്. അറിയില്ല, പോയി നോക്കാം. യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടക്കുന്ന നമ്മൾ ആ മാർക്കറ്റ് അന്വേഷിച്ചിട്ട്. ഞാൻ നേരത്തെ കഴിച്ച അച്ചാറില്ലേ, ആ ചില്ലിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഹെവി സ്പൈസി. അപ്പോൾ അടുത്ത് ഇതാ നമ്മൾ ഏകദേശം ഈ മാർക്കറ്റിലേക്ക് എത്തി. ഇതാ സാധനം കണ്ട. ഇതാ പുഴു. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന സാധനം കേട്ടോ. ഇതാ തൊടുമ്പോൾ എന്താ പന്നി. പിന്നെ അതേപോലെ തന്നെ ഇതിപ്പം വേറെ ഒന്ന് മനസ്സിലാം. ഇതിങ്ങനെ ഇങ്ങോട്ടോ. ഇതാ ഒച്ച്. ഈ ഒച്ചിന് ഫ്രൈ ആക്കി തിന്നു കേട്ടോ. ട്രെയിനിങ് അതിൽ ജീവനുള്ളതാണ്. നടക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ നമുക്കിതാ കാക്ക ഫ്രൂട്ട്സ് നമുക്ക് 3 ആക്കും. കാക്കി എന്ന് പറയുന്നത് 3 ആക്കും കൂടെ വാങ്ങിയിട്ടുണ്ട്. 250 റുപ്യ ഒരു കിലോന്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ അന്വേഷിച്ച് അതിൻ്റെ ഇടയിൽ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡെല്ലാം വാങ്ങി. അപ്പോൾ നമുക്ക് അങ്ങനെ നടക്കാം. അന്വേഷിച്ചപ്പോൾ നമ്മുടെ അന്വേഷിച്ച ഈ പിന്നെ ഇൻസെക്ട്സ്, അതുപോലെ തന്നെ ഈ വണ്ണാമല, എട്ടുകാലി, ഇങ്ങനെയുള്ള കുറേ പിന്നെ എലി, തവള, നായി, ഇതിൻ്റെ എല്ലാം മീറ്റിൻ്റെ തന്നെ സെയിലുണ്ട് ഇവിടെ. ആ സെയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സമയം നമുക്ക് പറഞ്ഞത് നമ്മളെ മാസ്റ്റർ പീസാണ്. അങ്ങനെ വന്നു നോക്കിയത് ഇവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ സെയിൽ ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോൾ ക്ലോസ് ആയി. നമ്മളിപ്പോൾ രാത്രി ആയല്ലോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ക്ലോസ് ആയി. അപ്പോൾ ഈ ഏരിയയിൽ നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ നൈറ്റ് മാർക്കറ്റിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഫുഡും കഴിച്ചിട്ട് അങ്ങനെ പോകാം അല്ലേ ശൈവ? അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ എത്തി തന്നെ നൈറ്റ് മാർക്കറ്റിലേക്കുള്ള ഒരു നടത്തമുണ്ട്. ഈ നടത്തത്തിലൂടെ നമുക്ക് കുറേ സാധനങ്ങൾ കവർ ചെയ്യാനുണ്ട്. സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. പോകുന്ന വഴിക്ക് എന്തൊക്കെ ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു കൊടുക്കാം. വാ. നൈറ്റ് കാർണിവൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ. ACC കൊഹിമ നൈറ്റ് കാർണിവൽ. അതേപോലെ കൺട്രോൾ റൂമും ഉണ്ട്. ഇതിങ്ങനെ എന്താ പറയാ ഫുള്ള് സെറ്റാണ്. എന്നും ഉള്ളതാ കേട്ടോ. ഇന്ന് ഒരു ദിവസത്തേക്കുള്ളതല്ല. ഇതൊക്കെ അത് പിടിച്ചു വെച്ചോണ്ട് അതാ ബോർഡ് കണ്ടുതരോ ഡോമിനോസ് കണ്ടുതരോ. ഞാൻ വെറുതെ സംഭവം എല്ലാം കൊണ്ടിട്ടോ. ഞാൻ പോറിഡ്ജ് ചിക്കൻ ഉണ്ട്. പക്ഷെ കന്നി ചിക്കൻ അത് കണ്ടില്ല. അത് കുടിക്കാന്ന് പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് ആ ടേൺ ചെയ്യുമ്പോ ഡൊമിനോസ്. അപ്പൊ നമ്മളെ
ചീസിലിയസ് പിസ്സ. 4 ചീസ് കൂടിയിട്ട് നമ്മൾ ശരിക്കും മാർഗറീറ്റ കഴിക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയൊരു സാധനം ഇവിടെ ലോഞ്ച് ചെയ്തപ്പോൾ ആ സാധനം കഴിക്കാൻ കരുതി. 4 ചീസ് കൂടിയിട്ടുള്ള പിസ്സ കേട്ടാ. ഓ ഇന്ന് പൊളിക്കൂ ഷൈമ. നോക്കന്നെ എടുത്ത് കൊടുക്കാം. ഈ ബ്ലോക്ക് ചീസ് ഉള്ളത് ഗോസ്റ്റ് പെപ്പർ. ആ ഒരു വെച്ചാൽ ചൂടോടെ കഴിച്ചോ. ഓ എമ്മി. 4 ചീസ് ഇങ്ങനെ മിൽക്കി ഡയറി പ്രോഡക്റ്റ് ഇല്ല. അടിപൊളി. ഞാൻ തന്നെ ചിലപ്പോൾ തിന്നു മോളെ. ഇതും ചീസാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള ഇത് മൊസറല്ല ചീസ് വരുന്നുണ്ട്, ഗോസ്റ്റ് ചീസ് വരുന്നുണ്ട്, പിന്നെ ചെഡാർ വരുന്നുണ്ട്. എല്ലാം കൂടിയുള്ള മിക്സ് ചെയ്ത് ഫെറ്റയും കൂടി വരുന്നുണ്ട്. ഓ മതി, ഇനി തിന്നട്ടെ. ഷൂട്ടിങ് മതി. നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാല്ലേ? ഈ സാധനം കണ്ട കാണുമ്പോൾ സോസേജ് പോലെ ഉണ്ട്. സോസേജ് അല്ല, പോർക്കിൻ്റെ ബ്ലഡ് ഇങ്ങനെ ഇതാ ബ്ലഡ് സോസേജ് ആയിട്ട് വരുന്നത് കേട്ടോ. ബ്ലഡ് മാത്രം. അത് പോർക്കിൻ്റെ മാത്രമല്ല, ബീഫിൻ്റെയും എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഇവിടെ കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് കരുതി. ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കഴിക്കൂല, ഇതാക്കൂല. എൻ്റെ കൈ ഇപ്പോൾ വാഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഭയങ്കര നടക്കാം. ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഇൻസെക്ട്സ് ഒക്കെ കണ്ടില്ലേ? നമ്മൾ ഡൊമിനോസ് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ ആ ഇൻസെക്ട്സ് ഒക്കെ കണ്ടില്ലേ? അതൊക്കെ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ കഴിക്കട്ടോ. അതിൽ വലിയ കുഴപ്പമില്ല. അത് നമുക്ക് അങ്ങനെ കഴിക്കും. ഞാനും കഴിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെറിയ എന്താ അതിന് പറയില്ല, എന്ത് പറ്റത്തില്ല, എന്താ അതിന് പറയില്ല, പുളിച്ചാടി. അതൊക്കെ ഞാൻ കഴിക്കും. അത് ഞാൻ മുമ്പും കഴിച്ചിട്ടുണ്ട്, മസ്കറ്റിലുള്ള സമയത്തും കഴിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ. നമ്മൾ അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ചീസ് കേക്കൊക്കെ കണ്ടിന്. ഇതാ അതിൻ്റെ ഇടയിൽ ഇത് ഇവിടെ ഒച്ച് സ്റ്റൈൽ ചട്നി. അതിന് ശേഷം ഇത് ഇവിടെ പോർക്കിൻ്റെ അപ്പുറം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഇവിടെ ഡക്കും. പിന്നെ ഇവിടെ ഒരു സാധനം നോക്കിയാൽ ഈ ഒരു മീറ്റും ഇവിടെ പേരില്ല. ഞാൻ പേര് കാണിക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. ഇതാ ഡോഗ് മീറ്റ്. പിന്നെ ഉള്ളത് ഇവിടെ പോർക്ക് മീറ്റ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സാധനം. ഇതൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഈ സ്ട്രീറ്റ് വലിയ സ്ട്രീറ്റ്. ഇങ്ങനെ ഇതൊക്കെ തിരക്ക് കണ്ടില്ല, ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നത്. ഒന്ന് ക്യാമറ റൊട്ടേറ്റ് ചെയ്താലും കാണാം അങ്ങോട്ടേക്കുള്ള തിരക്കൊക്കെ. ഇങ്ങനെ നടന്നു വരുമ്പോൾ പിസ്സൊക്കെ പിടിച്ചോട്ട് പോയിട്ടില്ലേ, അതേപോലെ ഇടി പിടിച്ചോട്ട് പോയി. ഇതാ ചുപ്പാ വന്നിട്ട് അവിടെ പഴംപാട്ടി ഇട്ടിട്ടുണ്ട്. ഇതാ പഴംപാട്ടിയ. അപ്പൊ ഇതൊരു ബോക്സ് അങ്ങനെ വേണോ? കാറില് പഴംപാട്ടിയെ തിന്ന് ഇതാവും. എന്താ ശൈവ? പിന്നെ ഞാൻ മുമ്പ് ഹോങ്കോങ്ങിൽ പോയപ്പോൾ, മലേഷ്യ, അതുപോലെ തന്നെ തായ്ലൻഡ് പോയപ്പോൾ ഒക്കെ കണ്ട അതേ കാഴ്ചകൾ തന്നെ ഇവിടെയുള്ള. വെച്ചാൽ നമ്മുടെ മെയിൻ റോഡുകൾ ക്ലോസ് ചെയ്തിട്ട് സ്ട്രീറ്റ് ഉണ്ടാക്കാം ഫുഡിന്റെ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഹോൺബില്ലിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ രാത്രി മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് രാത്രി തന്നെ ഉള്ളൂ. പക്ഷെ ഇവിടെ ഹോൺബില്ലിന്റെ ഭാഗമായിട്ട് രാത്രി മാത്രമേ ഈ റോഡ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഫുള്ളി സ്ട്രീറ്റുകൾ, അതിനായിട്ടൊരു കൺട്രോൾ റൂമൊക്കെ. നമ്മളിങ്ങനെ ഫുള്ള് നടന്നു വന്നു. നമ്മളിവിടുന്ന് കഴിക്കാമെന്നുള്ള ആകെ ഇൻസെക്ട്സ് അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ പിന്നെ കഴിക്കാമെന്നുള്ള കരുതിയിരുന്നു. പക്ഷെ എല്ലാം മിക്സപ്പ് ആയതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കി. മിക്സപ്പ് എന്ന് പറയുന്നത് പോർക്കും ഉണ്ടാവും, ഡോഗും ഉണ്ടാവും. അവർ അതിൻ്റെ കൂടെ കുക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്കത് സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് ആ സംഭവം നമുക്ക് ഇസ്ലാമിക അറിവല്ല. അതുകൊണ്ട് ആ സംഭവം നമ്മൾ ഒഴിവാക്കി കേട്ടോ. ഇനി നേരെ നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ പിന്നെ എല്ലാ പാട്ടും എല്ലാ പ്രോഗ്രാംസ് എല്ലാം കണ്ടില്ലേ? നമ്മുടെ രാവിലത്തെ പ്രോഗ്രാം, അതുപോലെ തന്നെ നമ്മൾ പിന്നെ മാർക്കറ്റിൽ പോയത്. അത് ഇവിടുന്ന് ഏകദേശം 12 കിലോമീറ്റർ ദൂരെയാണ്. ഫുൾ അപ്പുറത്തിപ്പുറത്ത് കൂക്കാണ്. എന്നാലും കേക്കൊന്നും എനിക്കറിയില്ല.
പിന്നെ ഇപ്പോഴത്തെ നടന്ന പരിപാടി ഇത് ഇനിയും കുറച്ച് ദിവസം ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഹോട്ട് ബിൽ ഫെസ്റ്റിവൽ നമ്മൾ വൈകിട്ട് പോവുകയാണ്. നാളെ രാവിലെ നമ്മൾ നേരെ പിന്നെ അരുണാചൽ പ്രദേശ് തവാങ്ങിലേക്ക് പോവാണ്. ആ എപ്പിസോഡും നമ്മളെ ടെന്റെല്ലാം മടക്കി നമ്മളെ ടെന്റെല്ലാം പാക്ക് ചെയ്തിട്ട് അങ്ങനെ പോകും. അല്ലേ ഷൈമ? അപ്പോൾ ഇന്നേക്ക് ഇരുന്ന് നമുക്ക് ഹോട്ട് ബിൽ ഫെസ്റ്റിവലിന് ടാറ്റ ബൈ പറയാം. അപ്പോൾ ഇനി വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.